ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒന്നിച്ച് ഓഫ് കിട്ടുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്കും ഓഫ് കിട്ടിയൊരു ദിവസമാണിത്. അനു മാത്രം കട്ടിലിൽ നിന്ന് എണീറ്റിട്ടില്ല. അവൾ എഴുന്നേൽക്കുമ്പോഴത്തേനും ഞങ്ങൾ രാവിലെ തന്നെ ഉപ്പുമാവും ചായ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ചായ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചായ ആറ്റുകയാണ്. ഇനിയിപ്പോൾ ഈ ചായ വെച്ച് കഴിഞ്ഞിട്ട് വേണം 3 പേർക്കും കൂടി ഇരുന്ന് കുറച്ച് നുണകളൊക്കെ പറഞ്ഞ്, ഞങ്ങളെന്നും ഇങ്ങനെയാണ്, 3 ആൾക്കും ഓഫ് ഉണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരെയും കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഉപ്പുമാവും ചായയും റെഡി ആയതോടുകൂടെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഉച്ചയ്ക്കത്തേക്ക് എന്തുണ്ടാക്കണം എന്നുള്ളതൊക്കെ ആലോചിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കിച്ചണാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കിട്ടുന്നത് കുറവാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് 3 ആളും ഒന്നിച്ച് കയറി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. ഞങ്ങൾ കോമൺ ആയിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. 3 പേർക്കും കൂടെ ഒന്നിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തേക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ അമര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വെക്കാൻ അറിയില്ല, പക്ഷെ ഐശുവിനറിയാം. അപ്പം അതുകൊണ്ട് അവൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തുടങ്ങുമായിരുന്നു. അങ്ങനെ രാവിലെ ഉച്ചയായപ്പോഴത്തേനും കൊത്തമരയൊക്കെ കഴുകി അതൊക്കെ വൃത്തിയാക്കി ഉപ്പേരിക്കുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ചോറും സാമ്പാറും ഈ അമര ഉപ്പേരിയും അതിൻ്റെ ഒപ്പം ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ചിക്കൻ കൊണ്ട് ഒരു തോരൻ വെക്കാൻ. ഞങ്ങളുടെ ഇന്ന് നാട്ടിൽ വെക്കാറില്ല, നിങ്ങളുടെ നാട്ടിൽ വെക്കാറുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊത്തമരയുടെ ഉപ്പേരിയൊക്കെ ഏകദേശമായി നല്ലതുപോലെ നല്ല ഭംഗിയിൽ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് ചിക്കൻ തോരൻ വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പുതിയ റെസിപ്പിയാണ്, പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അതിനെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ തോരൻ്റെ പ്രത്യേകത, ചിക്കൻ്റെ കൂടെ നമ്മളിതിൽ തേങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളങ്ങനെ തേങ്ങയിട്ട് തോരൻ വെച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. നല്ല സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ തോരനൊക്കെ ഏകദേശം അവസാന പണിപ്പുരയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തോരനും കൊത്തമര ഉപ്പേരിയും ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഇന്നലത്തെ ഉണ്ടായിരുന്നു, അറിയാലോ, ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്നും കുക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലത്തെ സാമ്പാറുണ്ട്, അത് തന്നെ ധാരാളമാണ് കഴിക്കാൻ. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. നമുക്ക് വേണ്ട ചോറും നല്ല ചൂടുള്ള സാമ്പാറും ചിക്കൻ തോരനും കൊത്തമര ഉപ്പേരി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് 3 പേരും ഇതേപോലെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കുളിച്ചൊക്കെ റെഡിയായിട്ടോ. ഇവരാരും ഇനിയും കുളിച്ചിട്ടില്ല, വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും ചായ വെക്കേണ്ട സമയമായി. ചായ നിർബന്ധമാണില്ലെങ്കിൽ തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയെ ചായയൊക്കെ വെക്കാൻ തുടങ്ങി. അനുവിന് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ അവൾ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാവുകയാണ്. ഞങ്ങൾക്ക് ഓഫാണ്. അവർ കുളി കഴിഞ്ഞിരുന്ന് ഒരു സിനിമ കാണാനുള്ള പ്ലാനിലാണ്. അപ്പോഴത്തേനും ഞാൻ ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നു. ഇനി ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കുറച്ച് സമയം സർക്കിറ്റ്, നിങ്ങൾ കണ്ടു നോക്കിയോ? നല്ല പിക്ചറാട്ടോ, കാണണേ. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു, എല്ലാം റെഡിയായി. അപ്പോഴത്തേനും അവൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. യൂണിഫോമൊക്കെ ഇട്ട ആൾ മാത്രം ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഓഫാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം മുഖത്ത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒക്കെ റെഡിയായി പയ്യെ ഇറങ്ങുവാണ്. അവളിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം. ഏകദേശം എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും അല്ലേ? കമൻറ്റ് ചെയ്യണേ. താങ്ക്